റാന്നി കൺവെൻഷൻ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പർലച്ചൻ്റെ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സിസ്റ്റർ അയച്ച എഴുത്ത് എനിക്ക് കിട്ടി. സിസ്റ്റർ എഴുതിയിരിക്കുകയാണ്, ഞാനും എൻ്റെ ചേച്ചി ചിന്നമ്മയും കൂടിയാണ് ആ കൺവെൻഷന് വന്നത്. എൻ്റെ ചേച്ചി ചിന്നമ്മ ഇപ്പോൾ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് വനിതാ ജയിലിൽ കഴിയുകയാണ്. ആരെയാണ് കൊന്നത്? ഇവരുടെ ആങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ സ്ത്രീ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. പുറമേ ആർക്കും വലിയ കുറ്റം പറയാനില്ല. പക്ഷെ കൂടെ താമസിക്കുന്നവർക്കറിയാം അത്ര നോർമലല്ല. അരിശം വന്ന ഭർത്താവിന് ചീത്ത വിളിക്കും, മാതാപിതാക്കളെ ചീത്ത വിളിക്കും, വീട്ടു സാധനങ്ങൾ ചിലപ്പം എറിഞ്ഞുടയ്ക്കും. വേണമെങ്കിൽ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് വിവാഹമോചനത്തിന് കേസ് കൊടുക്കാം. പക്ഷെ അദ്ദേഹം വിചാരിച്ചു ദൈവം അറിയാതെയല്ലോ, ഒരുപക്ഷെ എൻ്റെ സഹനം കൊണ്ട് ഇവൾക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റിയാൽ നന്നായല്ലോ. അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും പോവുക. അന്ന് വീട്ടിലെന്തോ പ്രശ്നമുണ്ടായി. ഭർത്താവില്ലാത്ത സമയത്ത് ഈ സ്ത്രീ ദേഹത്ത് മണ്ണെണ്ണ എടുത്തൊഴിച്ച് തീ കൊളുത്തി. കൂടുതൽ പൊള്ളിയതുകൊണ്ട് മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപ്പന് കുറച്ച് രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആള്. ഈ മകളെ ശുശ്രൂഷിക്കാൻ കുറച്ച് നാൾ അപ്പൻ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അപ്പൻ പറഞ്ഞു, മോളെ ഏതായാലും നിന്റെ സ്ഥിതി ഇങ്ങനെയായി, ഞാൻ പറയുന്ന പോലെ മൊഴി കൊടുക്കണം. അപ്പൻ പറഞ്ഞതനുസരിച്ച് മകൾ മൊഴി കൊടുക്കുകയാണ്. എൻ്റെ നാത്തൂൻ ചിന്നമ്മ വിറക് തേടി എടുത്ത് എൻ്റെ തലയ്ക്ക് അടിച്ചു. ഞാൻ തറയിൽ വീണപ്പോൾ എൻ്റെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ഈ മൊഴി എഴുതിയെടുക്കുന്ന ഒരു ജഡ്ജിയാണ്. ഈ മൊഴി കൊടുത്ത് 22 ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മരിച്ചു. ഈ മരണം മൊഴിയുടെ വെളിച്ചത്തിലാണ് ഒരു തെറ്റും ചെയ്യാത്ത സഹോദരി ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു. നമ്മുടെ നിയമം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നുള്ളത്. കാലത്ത് വീട്ടിൽ പോലീസ് വരുന്ന എന്താ ഒരു പിടിയും കിട്ടിയില്ല. പിന്നെ മനസ്സിലായത് കൊലക്കുറ്റമാണ് ചാർത്തിയിരിക്കുന്നത്. എന്നിട്ട് ജയിലിൽ നിന്ന് എനിക്കൊരു എഴുത്തയച്ച് ആ ഒരു സിസ്റ്റർ അയച്ച ഒരു എഴുത്തും കൂടി സിസ്റ്റർ എനിക്ക് അയച്ചു. സിസ്റ്റർ എഴുതിയതും ചിന്നമ്മ ജയിലിൽ നിന്ന് അയച്ചത്. അതിലെഴുതിയിരിക്കുകയാണ്, ഇനി ഞാൻ പരോളിൽ വരുന്നില്ല. പരോളിൽ വരാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വിട്ട് തിരിച്ച് ജയിലിലേക്ക് വരാനുള്ള മനക്കരുത്ത് എനിക്കില്ല. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ നിരപരാധിത്വം തെളിയിച്ച് എന്നെ ഇവിടുന്ന് രക്ഷിക്കുന്ന എഴുതിയിരിക്കുന്നു. ഇന്ന് നിത്യസമ്മാനത്തിന് വേണ്ടി വിളിക്കപ്പെട്ടു അഡ്വക്കേറ്റ് AM മാത്യു. നല്ലൊരു വചനപ്രഭാഷകനും ഒരു അഡ്വക്കേറ്റുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മെഡിക്കൽ കോളേജ് പ്രൊഫസറായിരുന്നു. ഇപ്പം റിട്ടയർഡായി. ഒറ്റ മകനേ ഉള്ളൂ, IAS-കാരനാണ്. ശക്തമായ രീതിയിൽ വചനപ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്ന ആൾ. ഞങ്ങൾ ഡൽഹി ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ട്രെയിനിൽ തിരിച്ചു വരിക. 2 എഴുത്തും എൻ്റെ ബൈബിളിലുണ്ട്. നിയമം പഠിച്ച അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെയുള്ള നിരപരാധികളെ രക്ഷിക്കാൻ നിയമമൊന്നുമില്ലേ? നിയമം പഠിച്ച അദ്ദേഹം പറയുകയാണ്, കോടതിയുടെ നിഗമനം അനുസരിച്ച് മരിക്കുന്ന വ്യക്തി നുണ പറയില്ലെന്നുള്ളത്. ഈ മരണമൊഴി ഉള്ളിടത്തോളം കാലം ഒന്നും ചെയ്യാനില്ല. ഇനി ജയിൽ സൂപ്രണ്ട് ശുപാർശ ചെയ്യുകയാണെങ്കിൽ സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ടാൽ വല്ലതും നടന്നേക്കും. അതിന് പിന്നിൽ മുടക്കാൻ പണവും വേണം, ഓടാൻ ആളും വേണം. ഞാൻ ഈ ചിന്നമ്മ എന്ന് പറയുന്ന സഹോദരിക്ക് എഴുതാൻ തുടങ്ങി. എഴുത്തിലൂടെ ഒരു നല്ല ബന്ധമായി. ഞാൻ പറഞ്ഞ സഹോദരി പരോളിൽ ഇറങ്ങണം. അങ്ങനെ ഒരു മാസം കിട്ടുകയാണെങ്കിൽ അതിലൊരാഴ്ച ധ്യാനത്തിന് വരണമെന്ന് പറയുന്നത് ശരിയായിരിക്കില്ല. പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ പരോളിൽ വന്നു, ഡിവൈനിൽ ധ്യാനിക്കാൻ വന്നു. ആ മാസം ഞാനവിടെ ഇല്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. അതിനുശേഷം ആ സഹോദരി എഴുത്തെഴുതിയിരിക്കുകയാണ്. പരോള് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ 2 എഴുത്ത് നാത്തൂൻ്റെ വീട്ടിലേക്ക് അയച്ചു. അപ്പന് മറുപടിയൊന്നും വന്നില്ല. നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയണം, ബ്രദറെ അവരോടൊക്കെ ആരെങ്കിലും ദൈവവചനം പറഞ്ഞിരുന്നെങ്കിൽ അവരും രക്ഷപ്പെട്ടതന്നെ. ഇത് യൂറോപ്പിലൊരു വിശുദ്ധി എഴുതിയ എഴുത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ഈ കൊച്ചു കേരളത്തിൽ സന്തോഷവും സമാധാനമായിട്ട് കുടുംബജീവിതം നയിച്ചിരുന്ന ഒരു മകൾ ഒരു വ്യക്തിയുടെ നുണയുടെ ഫലമായിട്ട് ജീവിതത്തെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുക. എന്നിട്ട് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ ഈ മകൾക്ക് സാധിച്ചെങ്കിൽ ഇതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം മരണമൊഴിയുടെ സ്തേഫാനോസിന്റെ മരണമൊഴി ഇതാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയുടെ മരണമൊഴി. കോടതി മരണമൊഴിക്ക് ഇത്ര വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവം സ്വർഗം അതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഈ സ്തേഫാനോസിന്റെ അവസാനത്തെ ആഗ്രഹം ഇതാണ്, ഈ കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. അപ്പസ്തോല പ്രവർത്തനം 7 അവസാനം. അപ്പസ്തോല പ്രവർത്തനം 8 സാവൂൾ തൻ്റെ പണി തുടരുന്നു. അവിടുത്തെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. ഇനി ദമാസ്കസിലേക്കുള്ള അധികാരപത്രവുമായിട്ട് പോവുകയാണ്. ഇവിടെ ഒരു പ്രാർത്ഥന കിടപ്പുണ്ട്, ഒരു രക്തസാക്ഷിയുടെ പ്രാർത്ഥന. സ്വർഗത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. യാത്രാമധ്യത്തിൽ ശക്തമായൊരു വെളിച്ചം സാവൂളിന്റെ മുഖത്ത്. അപ്പസ്തോല പ്രവർത്തനം 9. ആ വെളിച്ചത്തിന്റെ ശക്തിയിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു.
അതൊരു തോന്നലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഹെബ്രായർ ഭാഷയിലൊരു സ്വരം, സാവുൾ സാവുൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? സാവുൾ തിരിച്ചു ചോദിച്ചു, അങ്ങ് ആരാണ്? നീ പീഡിപ്പിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ. എന്ത് ചെയ്യണം? നീ ദമാസ്കസിലേക്കല്ലേ പോകുക, അവിടെ വെച്ച് പറയാം. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ആരോ കൈക്ക് പിടിച്ച് ദമാസ്കസിൽ കൊണ്ടാക്കി. ദൈവം മിണ്ടിയില്ല. കാരണം ഇപ്പോൾ അഹങ്കാരത്തിൻ്റെ കുതിരപ്പുറത്ത്, പണത്തിൻ്റെയും അല്ലെങ്കിൽ സ്വാധീനത്തിൻ്റെയും കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഭാഷ പിടികിട്ടില്ല. ഒന്ന് ശാന്തമാകണം. 3 ദിവസം ഭക്ഷിച്ചില്ല, പാനം ചെയ്തില്ല. ഇപ്പോൾ വല്ലതുമൊക്കെ പറഞ്ഞാൽ തലയെ കീറുന്നൊരു സമയം വന്നു. ഒരു പാവപ്പെട്ട 7-ാം കൂലി ഒരു മനുഷ്യൻ, അനനിയാസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, ദൈവം വിളിച്ചു, യേശു വിളിച്ചു, അനനിയാസ് ഇതാ ഞാൻ. അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. സാവൂൾ എന്ന് പറയുന്നൊരു മനുഷ്യനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പരിശുദ്ധാത്മാണ്ടെന്നറിയാൻ, അവൻ്റെ കാഴ്ച കിട്ടാൻ, രോഗശാന്തി കിട്ടാൻ നീ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. സാവൂൾ എന്നുള്ള പേര് കേട്ടത് അനനിയാസ് ഞെട്ടിപ്പോയി. അനനിയാസ് കർത്താവിനെ ഒന്ന് ധ്യാനിപ്പിച്ചു. കർത്താവ് അവൻ ആരാളെന്നറിയോ? അവൻ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മുഴുവൻ ജയിലിൽ അടച്ച് ദമാസ്കസിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോവുക. എന്തുമാത്രം നല്ല തല ഇവിടെ കിടപ്പുണ്ട്. ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന, അവരുടെ ആരെങ്കിലും തലയിൽ കൈവച്ചാൽ പോരെ എന്ന് വെച്ചാൽ, നമ്മളൊരു വ്യക്തിയെ വിലയിരുത്തുന്നത് അവൻ്റെയും അവളുടെയും ഇന്നലകൾ നോക്കിയിട്ടാണ്. ദൈവം ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത് നാളുകളെ നോക്കിയിട്ടാണ്. ഈശോ പറഞ്ഞു, അനനിയാസ്, വിജാതിരുടെയും രാജാക്കന്മാരുടെ മുമ്പിൽ എൻ്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണ് അവൻ. പോകുക. ഈ അനനിയാസ് എന്ന് നിന്നെ തലയും കൊണ്ടുവന്ന് പറഞ്ഞ പണ്ഡിതനായ സാവൂൾ തല കാണിച്ചു കൊടുക്കൂ. സാവൂളിനൊരു ദർശനം കൊടുത്തു. അനനിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി. അനനിയാസ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചെതുമ്പല് പോലെ എന്തോ ഒന്ന് കണ്ണിൽ നടന്നു വീണു. അപ്പോസ്തല പ്രവർത്തനം 9:17. ജ്ഞാനസ്നാനം സ്വീകരിച്ചു, പൗലോസ് എന്നുള്ള പേര് സ്വീകരിച്ചു, 14 ലേഖനങ്ങൾ നമുക്ക് എഴുതി തന്നു, റോമിൽ വെച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി. ഇങ്ങനൊരു വിശുദ്ധനെ സഭയ്ക്ക് സമ്മാനിച്ചത് ഈശോയുടെ വചനമനുസരിച്ച് ഒരു വ്യക്തി ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ പേരെ വിശുദ്ധരാക്കാൻ ശക്തിയുള്ള പ്രാർത്ഥന നമ്മുടെ അധരങ്ങളുടെ ചുവട്ടിലിരുന്ന് തുരുമ്പ് പിടിച്ചു പോവുകയും, എന്നിട്ട് നമ്മൾ കർത്താവിനോട് പാപമോചനത്തിന് വേണ്ടി യാചിക്കുകയും ചെയ്യുന്നു. അജ്ഞത കൊണ്ടാണ്. 1 സുബോധമുണ്ടാകുന്നു, 2 എഴുന്നേൽക്കുന്നു, 3 രമ്യപ്പെടുന്നു. ഇതൊക്കെ ഞാൻ ക്ഷമിക്കും, ഇതും ഞാൻ ക്ഷമിക്കില്ല. അങ്ങനെ ദൈവം പറഞ്ഞിട്ടില്ല. എൻ്റെ ഏത് തെറ്റും ക്ഷമിക്കാൻ തയ്യാറാണല്ലോ. തരംതിരിച്ച് ഗ്രേഡ് തിരിക്കുന്ന എന്തിനാ? ഇതൊക്കെ ഞാൻ ക്ഷമിക്കും, ഇത് ക്ഷമിക്കില്ല. ദൈവത്തോട് പറയാം, എൻ്റെ ദൈവമേ, എൻ്റെ മാനുഷ്യമായ ശക്തി കൊണ്ട് സാധ്യമല്ല, എന്നെ സഹായിക്കണം. നിശ്ചയമായിട്ട് ശക്തി ദൈവം തരും. 1 സുബോധമുണ്ടാകുന്നു, 2 എഴുന്നേൽക്കുന്നു, 3 രമ്യപ്പെടുന്നു, 4 ഏറ്റുപറയും. ഞാൻ ഏറ്റുപറയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ധൂർത്തപത്രം പോകുന്നത്. കത്തോലിക്ക തിരുസഭയിൽ, യാക്കോബായ സഭയിൽ, ചുരുക്കം ചില സഭകളിലെ വൈദികരോട് ഏറ്റുപറയുന്ന രീതിയുള്ളൂ. മറ്റ് സഭകളിൽ അങ്ങനെയില്ല. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? ബൈബിൾ പശ്ചാത്തലം എന്താണ്? ഞാൻ കരിയത്തിൻചാൽ തലശ്ശേരി രൂപതയിലാണ് താമസിക്കുന്ന. ധ്യാനവും താമസിക്കുന്ന വീടുമായിട്ട് കുറച്ച് ദൂരമുണ്ട് പള്ളിയായിട്ട്. ഇപ്പോൾ രാത്രി പ്രസംഗം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ആ ഇരുട്ടിൽ നിന്നൊരാൾ രൂപം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. എനിക്ക് ഒരു സംശയം. അപ്പം ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായി, ഉടക്കായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. ആ ഗൗരവത്തോടുകൂടി ഞാൻ പറഞ്ഞു, ഞാൻ വലിയ ദൈവശാസ്ത്ര പണ്ഡിതനൊന്നുമല്ല, ഞാൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ എൻ്റെ പരിധിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നു. എനിക്കറിയാവുന്നതാണെങ്കിൽ പറയാം, എന്താ സംശയം എന്ന് ചോദിച്ചു. ഈ അച്ഛന്മാർ പാപം ചെയ്യോ ചെയ്യില്ലയോ? ഇതിനാണിപ്പോൾ ഞാൻ മറുപടി പറയേണ്ടത്. ഞാൻ എന്ത് പറയും? അച്ഛന്മാർ പാപം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് സത്യത്തിന് നിരക്കാത്തൊരു മറുപടി ആയിരിക്കും. അച്ഛന്മാർ മനുഷ്യരാണ്, അവരിലും പാപം സംഭവിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ അടുത്ത ചോദ്യം എന്താണെന്ന് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഭൂമിയിൽ നീതിമാനായി ഒരുവൻ പോലും ഇല്ല, എല്ലാവരും പാപികളാണ്. അതിൽ അച്ഛന്മാരും പെടും. മാർപ്പാപ്പ കുമ്പസാരിക്കുന്നു, പിതാക്കന്മാർ കുമ്പസാരിക്കുന്നു, വൈദികർ കുമ്പസാരിക്കുന്നു, കാരണം അവർ മനുഷ്യരാണ്. അപ്പോൾ അവർ മനുഷ്യരായതുകൊണ്ട് തീർച്ചയായിട്ടും അവരിൽ പാപം കടന്നു വരാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയം. ഒരു പാപി ആദ്യം കുമ്പസാരക്കൂട്ടിൽ കയറി കുത്തിയിരിക്കുന്നു, എന്നിട്ട് ആ പ്രദേശത്തെ പാവികൾ ചെന്ന് ഈ പാവിയോട് പാപം ഏറ്റുപറയുന്നു. ഇതിലെന്താ പുണ്യയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒരു വൈദികനാണ് അവിടെ ധ്യാനിപ്പിച്ചെങ്കിൽ ഒരു പക്ഷേ സംശയം ചോദിക്കില്ലായിരിക്കും. ഞാൻ മനസ്സിലാക്കിയത് അവൻ എങ്ങനെ ചോദ്യം അവതരിപ്പിച്ചു എന്നുള്ളതല്ല. അവൻ പള്ളിക്കകത്ത് കയറിയില്ലെങ്കിലും എവിടെയോ നിന്ന് 5 ദിവസത്തെ പ്രസംഗം അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിൽ സംശയം അവൻ്റെ ശൈലിയിൽ അവതരിപ്പിച്ചെന്ന് മാത്രം. തൃപ്തികരമായി ഉത്തരം കിട്ടിയാൽ മുഖ്യധാരയിലേക്ക് വരും, അല്ലെങ്കിൽ അവൻ മാറി നീക്കും. ഞാൻ പറഞ്ഞു, ന്യായമാണ് നിൻ്റെ ചോദ്യം,
എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നീ കുമ്പസാരിച്ച് കഴിയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയാണെന്നിരിക്കട്ടെ, മകനെ, എൻ്റെ പുണ്യം കൊണ്ട് ഞാൻ നിൻ്റെ പാപം ക്ഷമിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ 100% നിൻ്റെ ചോദ്യം ന്യായമാണ്. മറിച്ച് തിരുസഭയിൽ യേശുക്രിസ്തു എനിക്ക് തന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ നിൻ്റെ പാപം ക്ഷമിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ നിൻ്റെ ചോദ്യത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ മസിൽ പിടുത്തം കുറച്ച് കുറഞ്ഞു. ഞാൻ ചോദിച്ചു, നിൻ്റെ കയ്യിൽ ഒരു പഴയ 500 രൂപ നോട്ടിരിക്കുക, നിനക്ക് കടയിൽ ചെന്നാൽ 400 രൂപയുടെ സാധനമേ വാങ്ങിക്കാൻ പറ്റൂ, അല്ല 500ൻ്റെ അതെനിക്ക് 500ൻ്റെ കിട്ടും. ഒരു പുത്തൻ നോട്ട് കടയിൽ കൊടുത്ത് 600 രൂപയുടെ സാധനം ചോദിച്ചാൽ കടക്കാരൻ തരുമോ? തരില്ല. അതിന് മൂല്യം 500. മോനെ, കുമ്പസാരക്കുള്ളിരിക്കുന്ന വൈദികൻ്റെ പുണ്യത്തിലോ പാപത്തിലോ അല്ല നീ പങ്കുപറ്റാൻ പോകുന്നത്. സഭയിൽ യേശുക്രിസ്തു കൊടുത്ത അധികാരം ഉപയോഗിച്ചാണ് പുരോഹിതൻ പാപം ക്ഷമിക്കുന്നത്. ഹല്ലേലൂയ. കൺവെൻഷൻ കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ എഴുത്ത് കിട്ടി. കുറേ രോഗശാന്തിയൊക്കെ അവിടെ ഉണ്ടായി. അവിടെ നടന്ന ഏറ്റവും വലിയ അത്ഭുതം ആ ചെറുപ്പക്കാരൻ്റെ മാനസാന്തരമാണ്. ഒരു രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നവനാണ്. അതിനുശേഷം അവൻ്റെ കൂട്ടുകാരെ പല സ്ഥലങ്ങളിൽ ധ്യാനത്തിന് കൊണ്ടുപോയി യുവാക്കന്മാരുടെ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടെ തുടങ്ങി. വെറും പ്രാർത്ഥന മാത്രമല്ല, കുറച്ച് മലയൊക്കെ ഉള്ള പ്രദേശമാണ്. ഇപ്പം പാവപ്പെട്ട ഒരാൾക്കൊരു വീട് പണിയണമെങ്കിൽ അതിനേക്കാൾ പൈസയാകും ഈ കല്ലും മണ്ണും സിമെൻറ്റും ഒക്കെ അവിടെ എത്തിക്കാൻ. ഇവർ വന്ന് ശ്രമദാനമായിട്ട് ഇതെല്ലാം ചുമന്നു കൊടുക്കും. അങ്ങനെ യുവജനങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിനകത്ത് ആരാ എണ്ണ ഒഴിക്കുന്ന ആ കൂട്ടത്തിലങ്ങ് പോകുക. ഒരു തീപ്പൊരി കിടപ്പുണ്ട്, അതിങ്ങനെയുള്ള കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്മ ചെയ്യാൻ, അനീതി അവർക്ക് സഹിക്കുന്നില്ല. അപ്പം രാഷ്ട്രീയക്കാരുടെ പൊള്ളവാക്ക് കേൾക്കുമ്പോൾ ഈ മേഖലയിൽ നന്മ ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് അതിനകത്ത് ചെന്ന് പെട്ടുപോകുന്നത്. അപ്പം വളരെ വലിയ മാറ്റം ആ ഒരു ചെറുപ്പക്കാരൻ്റെ കുമ്പസാരത്തെക്കുറിച്ചുള്ള സംശയത്തിൽ നിന്ന് ഉളവായതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-21 മുതലുള്ള വാക്യങ്ങൾ, 20-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ. ഞാനതിനെ വിശേഷിപ്പിക്കുന്ന യേശുവിൻ്റെ പട്ടം കൊടുക്കൽ ശുശ്രൂഷ എന്നാണ്. ഇന്നൊരു സെമിനാരിൽ യുവാവ് ചേരുന്നു. 12, 14, ചില സഭയിൽ 17 വർഷം പഠനം. ഒരു വ്യത്യാസവുമില്ല, നമ്മിൽ ഒരുവനാണ്. ഇനി ഒരു വേർതിരിക്കൽ ശുശ്രൂഷ നടക്കുകയാണ്. അഭിമന്യ പിതാവ് വന്ന് ഒരു കൈവെപ്പ് ശുശ്രൂഷയിലൂടെ അഭിഷിക്തനായിട്ട് ഉയർത്തുകയാണ്. വേർതിരിക്കപ്പെട്ടു. യേശുവിൻ്റെ സെമിനാരിയിൽ 12 പേര് ചേർന്നു. ഇപ്പോഴും സാധാരണ മനുഷ്യരാ. മരിച്ചുയർത്തെഴുന്നേറ്റ് ഇപ്പോഴും സാധാരണ മനുഷ്യരാ. എന്നിട്ട് യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അടുത്ത വചനം ശ്രദ്ധിക്കണേ. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. അതിന് അവിടെയും ഇവിടെയും ഏതെങ്കിലും ചെറിയ പോരായ്മയുണ്ടെങ്കിൽ അതിനെ പിശാച് പർവ്വതീകരിച്ച് കാണിക്കുന്നുണ്ട്. കൂദാശയിൽ നിന്നും പുരോഹിതരിൽ നിന്നും സഭയിൽ നിന്നും മാറി നിന്നാൽ ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും പരിക്ക് പറ്റുന്ന ഇലയ്ക്കാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഊതിക്കൊണ്ട് അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇതാണ് അഭിഷേകം, അഭിഷിക്തർ. അടുത്ത വചനം, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവർ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവരോട് ബന്ധിക്കപ്പെട്ടിരിക്കും. ഞാനൊരു മോഷണം നടത്തുക, ദൈവം അത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എത്ര രൂപ മോഷ്ടിച്ചു, ആരുടെയാണ് മോഷ്ടിച്ചത്, അതെന്ത് ചെയ്തു, ഇതെല്ലാം കാണുക ദൈവം. ആ ദൈവത്തോട് പിന്നെ ഞാൻ പറയണോ ഞാനിങ്ങനെ മോഷ്ടിച്ചെന്ന്? പക്ഷെ അധികാരം കൊടുത്തിരിക്കുന്ന പുരോഹിതനെ അറിയുന്നില്ല. പുരോഹിതനെ അറിയണമെങ്കിൽ ഞാൻ എളിമപ്പെട്ട് അത് പുരോഹിതനോട് ഏറ്റുപറയുമ്പോഴാണ് പുരോഹിതൻ അറിയുന്നത്. അറിയുമ്പോൾ യേശുക്രിസ്തു കൊടുത്ത ആ അധികാരം ഉപയോഗിച്ച് ആ പുരോഹിതൻ എനിക്ക് പാപക്ഷമ തരുന്നു. ഹല്ലേലൂയ.